ഇത് ഇത്രയും പറിച്ചു. ഇനി അടുത്തത് ഉള്ളി പറിക്കാൻ പോണേ. ഇനി അതാണ് ബാക്കിയുള്ളത്. ഉള്ളിയുടെ ഇല പറിക്കുന്നത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഓൾറെഡി റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, ഇതിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഒരുപാട് ഇത് താത്ത് കിടക്കുന്ന എല്ലാം എടുക്കണം. കാരണം ഒരുപാട് എടുത്ത് തീർക്കുകയും ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ചാൽ കാരണം വേറൊന്നുമല്ല, തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇതെല്ലാം പറഞ്ഞു തരുന്നത് നമ്മുടെ വിമലാണ് കേട്ടോ. നമ്മൾ നല്ല വലുതായ ഒരെണ്ണോ രണ്ടെണ്ണോ മാത്രമേ എടുക്കാവൂ, ഇല്ലെങ്കിൽ അതിന് നല്ലതായിരിക്കില്ല. പക്ഷെ അങ്ങനെ എടുക്കാൻ തന്നെ ഇവിടെ നിറയെ ഉണ്ടാവില്ല. അത് തന്നെ ഒരു പിടി വരും, ചീര പോലെ. നമ്മൾ മുറിക്കാത്തത് നോക്കി മുറിക്കുക. ഇങ്ങനെ മുറിച്ച് പോയി നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നതും ഉണ്ട്. ഇനി അപ്പുറത്ത് ഒരു ഉള്ളിയുടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഇത് കണ്ടോ, ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്തുനിന്നും കുറേ ഇലകൾ പറിച്ചു. അവിടെ നിന്നതിൽ നിന്നും കുറേ ഇലകൾ പറിച്ചു. ഉള്ളി ഇല പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയുടെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള, പക്ഷേ ഇല മുഴുവനും എടുക്കരുത്. ഇത് ഇത്രയുള്ള എന്ന് വെച്ചാൽ ഒരു ചെടി നിർത്തിയേക്കണം. ചെടിയിലൊരു 2-3 ഇലയെങ്കിലും വേണം. മുഴുവനായിട്ട് എടുത്ത് കളയരുത് നമ്മൾ, കാരണം എങ്കിൽ ചെടി ചീത്തയായി പോവും. അവൻ പറയണ ചെടി മറിഞ്ഞായേക, പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ആവശ്യത്തിന് ഇല അല്ലാണ്ട് കിട്ടും. അത് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള 2-3 ഇലകൾ എടുത്തിട്ട് ബാക്കിയുള്ളത് നിർത്തിയേക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒടിയൻ്റെ ഇല ഇങ്ങനെ താഴെ ഇങ്ങനെ ആയിട്ടേ അങ്ങനെ പോയി ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് പോണില്ലേ, അതെല്ലാം അങ്ങ് നമ്മൾ നുള്ളിയെടുക്കുകയാണ്. അവനാണെങ്കിൽ കത്രിക വെച്ചേ കട്ടിയുള്ളൂ കേട്ടോ. അവൻ പറയുന്ന ചെടി ഒരു രീതിയിൽ അനങ്ങിക്കൂടാ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഉള്ളിക്കൃഷി നമുക്ക് പരിചയമുള്ളതല്ലോ, പക്ഷെ അവർക്ക് നല്ല പരിചയമുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചീരയും ഉണ്ട്. ഇതും എല്ലാം അവൻ തന്നെയാണ് ചീര ഇതിൻ്റെ കൂടത്തിൽ ഇട്ടത്. പക്ഷേ നന്നായി വന്നിട്ടുണ്ട്. ആസാം എന്ന് പറഞ്ഞാൽ കൃഷിക്ക് അല്ലെങ്കിൽ ഫേമസ് അല്ലേ. അവരുടെ കൃഷി രീതികളും വ്യത്യസ്തമാണ്, സീഡ്സും ബെസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടേക്കുന്നതായിരുന്നേ. കണ്ടോ, ഇതുപോലെ ചെടി ഇത്രയെങ്കിലും നിർത്തിയേക്കണം. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ സൂര്യൻ്റെ വെളിച്ചം കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇത്ര നിർത്തിയേക്കണം. അവൻ പറയുന്നത് 2-3 പ്രാവശ്യം കൂടെ ചെടി ഇങ്ങനെ ഇത് വെട്ടിയിട്ട് പിന്നെ ചെടിയിൽ ഇത് വെട്ടരുത്, ഇല വെട്ടരുത്. അപ്പോഴേക്കും ഉള്ളി അടിയിലാകും. അപ്പോൾ അതിന് ദോഷമായിട്ട് വരും എന്നാണ് പറയണത്. എന്തായാലും ഇത്രയും സംഭവം ചെയ്യാൻ പറ്റും നമുക്ക്. ഒരു 3-4 പ്രാവശ്യം നമുക്ക് എടുത്ത് തോരൻ വെക്കാൻ കിട്ടും. അതായത് ഒരു ചീര നടുന്ന പോലെ. ചീര നട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 4 പ്രാവശ്യം ഒരു ചീരയിൽ നിന്ന് തണ്ട് മുറിക്കാൻ പറ്റുള്ളെങ്കിൽ ഇത് 4 പ്രാവശ്യം ഇല മുറിക്കുകയും ചെയ്യാം. 5ാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ വിളവെടുക്കത്ത് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഉള്ളി എടുക്കുകയും ചെയ്യാം. എന്തായാലും മൊത്തത്തിൽ ഉള്ളി കൃഷി ഒരു സംഭവമാണ്. അപ്പോൾ ശരി എന്നാൽ.